ഇസ്ലാമിൽ പ്രമാണമെന്ത്? മതനിയമങ്ങളുടെ ഉറവിടം ഏത്? ഹലാൽ ഹറാം നിർണയിക്കാനുള്ള അധികാരം ആർക്കാണ്? മുസ്ലിം സമൂഹത്തിന്റെ ഐക്യത്തിനും മാർഗദർശനത്തിനും അടിസ്ഥാന ഗ്രന്ഥം ഏത്? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തവും സംശയരഹിതവുമായി മറുപടി നൽകുന്നത് ഖുർആൻ തന്നെയാണ്. ഖുർആൻ സ്വയം തന്നെ തന്റെ സ്ഥാനവും അധികാരവും പരിധിയും പ്രഖ്യാപിക്കുന്നു. മനുഷ്യനിർമ്മിത വ്യാഖ്യാനങ്ങളോ പരമ്പരാഗത അനുമാനങ്ങളോ ഇല്ലാതെ ഖുർആൻ പറയുന്നത് എന്താണെന്ന് ഖുർആൻ മുഖേന തന്നെ പരിശോധിക്കാം. താഴെ കൊടുക്കുന്ന ഖുർആൻ സൂക്തങ്ങൾ വ്യക്തമായി തെളിയിക്കുന്നത് ഖുർആൻ സമ്പൂർണവും വിശദീകരിക്കപ്പെട്ടതുമായ ഗ്രന്ഥമാണ്. അള്ളാഹു ഇറക്കിയതിനെ മാത്രം പിന്തുടരണമെന്ന് കൽപ്പിക്കുന്നു. മറ്റു സ്രോതസ്സുകളെ മതപ്രമാണമാക്കുന്നതിനെ ചോദ്യം ചെയ്യുന്നു. വിധി നിർണയം അള്ളാഹുവിൻ്റെതാണെന്നും അവൻ ഇറക്കിയതനുസരിച്ചേ നടക്കാവൂ എന്നും ഉറപ്പിക്കുന്നു. 1. യാതൊന്നും വിട്ടുപോകാത്ത വിധം വിശദീകരിക്കപ്പെട്ട ഗ്രന്ഥം. ഖുർആൻ 16-ാം അധ്യായം 89-ാം വചനം പറയുന്നു, എല്ലാ കാര്യത്തിനും വിവരണമായിക്കൊണ്ടുള്ള ഗ്രന്ഥം. ഖുർആൻ 12-ാം അധ്യായം 111-ാം വചനം പറയുന്നു, എല്ലാ കാര്യത്തെയും സംബന്ധിച്ചുള്ള വിശദീകരണം. ഖുർആൻ 6-ാം അധ്യായം 38-ാം വചനം പറയുന്നു, ഗ്രന്ഥത്തിൽ നാം യാതൊന്നും വിട്ടുപോയിട്ടില്ല. ഖുർആൻ 6-ാം അധ്യായം 114-ാം വചനം പറയുന്നു, വിശദ വിവരങ്ങളുള്ള ഗ്രന്ഥം. ഖുർആൻ 41-ാം അധ്യായം 3-ാം വചനം പറയുന്നു, സൂക്തങ്ങൾ വിശദീകരിക്കപ്പെട്ട ഗ്രന്ഥം. ഇവയൊക്കെയും ഖുർആൻ അപൂർണമല്ലെന്നും മതത്തിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ അതിൽ ഉൾക്കൊള്ളപ്പെട്ടിരിക്കുന്നുവെന്നും വ്യക്തമാക്കുന്നു. 2. ഖുർആനിന് പുറമെ മറ്റ് ഹദീസ് വർത്തമാനങ്ങൾ പ്രമാണമാക്കാമോ? ഖുർആൻ തന്നെ ചോദിക്കുന്നു. 45-ാം അധ്യായം 6-ാം വചനം, അള്ളാഹുവിനും അവന്റെ ആയത്തുകൾക്കും ശേഷം ഏത് ഹദീസിലാണ് വിശ്വസിക്കുക? ഖുർആൻ 7-ാം അധ്യായം 185-ാം വചനം പറയുന്നു, ഇതിനുശേഷം ഏത് ഹദീസിൽ വിശ്വസിക്കും? ഖുർആൻ 39-ാം അധ്യായം 23-ാം വചനം പറയുന്നു, അള്ളാഹു ഏറ്റവും ഉത്തമമായ ഹദീസ് ഇറക്കിയിരിക്കുന്നു. ഖുർആൻ 68-ാം അധ്യായം 44-ാം വചനം പറയുന്നു, ഈ ഹദീസിനെ വ്യാജമാക്കുന്നവരെ വിട്ടേക്കുക. ഇവിടെയെല്ലാം ഹദീസ് എന്ന പദം സാധാരണ വർത്തമാനം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഖുർആൻ വ്യക്തമായി പ്രസ്താവിക്കുന്നത് അള്ളാഹുവിന്റെ ആയത്തുകൾക്ക് ശേഷം വേറെ ഒരു വർത്തമാനത്തെ മതപ്രമാണമാക്കാൻ കഴിയില്ല എന്നതാണ്. 3. വൈരുദ്ധ്യം ഇല്ലാത്ത ഗ്രന്ഥം. വൈരുദ്ധ്യമുള്ളതൊന്നും അള്ളാഹുവിൽ നിന്നല്ല. ഖുർആൻ 4-ാം അധ്യായം 82-ാം വചനം വ്യക്തമാക്കുന്നു, അത് അള്ളാഹുവിൽ നിന്നല്ലായിരുന്നുവെങ്കിൽ അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുമായിരുന്നുവെന്ന്. 4. ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിക്കുന്ന ഗ്രന്ഥം. ഖുർആൻ 17-ാം അധ്യായം 9-ാം വചനം പറയുന്നു, ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്കാണ് വഴി കാണിക്കുന്നത്. അതായത് മതപരമായ മാർഗനിർദ്ദേശത്തിന് വേറെ ഒരു അടിസ്ഥാന ഗ്രന്ഥം ആവശ്യമില്ല. 5. അള്ളാഹു വിശ്വസിക്കുവാൻ കൽപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിലും അവന്റെ ഗ്രന്ഥങ്ങളിലും. ഖുർആൻ 4-ാം അധ്യായം 136-ാം വചനം വിശ്വസിക്കുവാൻ ആവശ്യപ്പെടുന്നത് അള്ളാഹുവിലും റസൂലിലും അവൻ ഇറക്കിയ ഗ്രന്ഥത്തിലും മാത്രം. വ്യക്തിപരമായ സമാഹാരങ്ങളെയോ പിന്നീട് രൂപപ്പെടുത്തിയ ഗ്രന്ഥങ്ങളെയോ അല്ല. 6. ഐക്യത്തിനാധാരം. അള്ളാഹുവിന്റെ പാശം. ഖുർആൻ 3-ാം അധ്യായം 103-ാം വചനം, അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കുക. അള്ളാഹുവിന്റെ പാശം എന്ന് പറയുന്നത് അവൻ ഇറക്കിയ വഹിയാണ്, അതായത് ഖുർആൻ. 7. മറ്റു മാർഗങ്ങളെ പിന്തുടരരുത്. ഖുർആൻ 6-ാം അധ്യായം 153-ാം വചനം പറയുന്നു, എന്റെ പാതയെ പിന്തുടരുക, മറ്റു മാർഗങ്ങളെ പിന്തുടരരുത്, അവ നിങ്ങളെ ഭിന്നിപ്പിക്കും. ചരിത്രം സാക്ഷിയാകുന്നത് അനേകം വിഭാഗീയതകളും കക്ഷികളും രൂപപ്പെട്ടത് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളും ഗ്രന്ഥങ്ങളും കേന്ദ്രമാക്കിയാണെന്നതാണ്. 8. ജനങ്ങളെ താകീത് ചെയ്യേണ്ടതും ഉപദേശിക്കേണ്ടതും ഖുർആൻ കൊണ്ട്. ഖുർആൻ 50-ാം അധ്യായം 45-ാം വചനം, അവര് പറഞ്ഞു വരുന്നതിനെക്കുറിച്ച് നാം നല്ലവണ്ണം അറിയുന്നവനാകുന്നു. നബിയെ, നീ അവരുടെ മേല് നിർബന്ധം ചെലുത്തുന്ന ഒരു സ്വേച്ഛാധികാരിയൊന്നുമല്ലതാനും. ആകയാല് എന്റെ താക്കീതു ഭയപ്പെടുന്നവരെ ഖുർആന് മുഖേന നീ ഉപദേശം നൽകി ഓർമ്മിപ്പിക്കുക. ഖുർആൻ 7-ാം അധ്യായം 2-ാം വചനം പറയുന്നു, നബിയെ, നിനക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഇതു, അതിനാല് നിന്റെ മനസ്സിൽ അതിനെക്കുറിച്ച് ഒരു വിഷമവും ഉണ്ടായിരിക്കരുത്. നീ അതുമൂലം ജനങ്ങളെ താക്കീത് ചെയ്യുവാനു വേണ്ടിയും സത്യവിശ്വാസികൾക്ക് ഉപദേശമായിട്ടും. 9. അള്ളാഹു അവതരിപ്പിച്ചത് പിൻപറ്റുക. ഖുർആൻ 7-ാം അധ്യായം 3-ാം വചനം പറയുന്നു, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നു നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതിനെ നിങ്ങൾ പിൻപറ്റുവിന്. അവനു പുറമെ നിങ്ങൾ വേറെ കാര്യകർത്താക്കളെ പിൻപറ്റുകയും ചെയ്യരുത്. വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ ഓർമ്മ വയ്ക്കുന്നുള്ളൂ. ഖുർആൻ 2-ാം അധ്യായം 170-ാം വചനം പറയുന്നു, അള്ളാഹു അവതരിപ്പിച്ചതിനെ പിൻപറ്റുവിന് എന്ന് അവരോട് പറയപ്പെട്ടാല് അവര് പറയും, ഇല്ല, പക്ഷേ ഞങ്ങളുടെ പിതാക്കളെ ഞങ്ങള് ഏതൊരു പ്രകാരത്തില് കണ്ടെത്തിയോ അത് ഞങ്ങള് പിൻപറ്റും. അവരുടെ പിതാക്കളെ അതൊന്നും ബുദ്ധി കൊടു ഗ്രഹിക്കാതെയും സന്മാർഗം പ്രാപിക്കാതെയും ആയിരുന്നാലുമോ എന്നിരുന്നാലും അവരെത്തന്നെ പിൻപറ്റുമെന്നോ. 10. മതവിധി അള്ളാഹു ഇറക്കിയതനുസരിച്ച് മാത്രം. ഖുർആൻ 5-ാം അധ്യായം 44 മുതൽ 48 വരെയുള്ള വചനങ്ങളെല്ലാം ഒരേ സത്യം പ്രഖ്യാപിക്കുന്നു, അതായത് അള്ളാഹു ഇറക്കിയതനുസരിച്ച് മാത്രം വിധിക്കുക. ഖുർആൻ 4-ാം അധ്യായം 105-ാം വചനം പറയുന്നു, നിനക്ക് അള്ളാഹു കാണിച്ചു തന്നതനുസരിച്ച്
ജനങ്ങൾക്കിടയിൽ നീ വിധിക്കുവാൻ വേണ്ടിയാണ് സത്യപ്രകാരം നാം നിനക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. നീ വഞ്ചകന്മാർക്ക് വേണ്ടി വാദിക്കുന്നവനാകരുത്. 11. ഹലാൽ ഹറാം നിർണയിക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രം. ഖുർആൻ 16-ാം അധ്യായം 116-ാം വചനം പറയുന്നു, ഇത് ഹലാൽ, ഇത് ഹറാം എന്നു നിങ്ങൾ സ്വയം പറയരുത്. 12. മനുഷ്യനിർമ്മിത ഗ്രന്ഥങ്ങളിൽ നിന്നും മതവിധികൾ സ്വീകരിക്കുന്നത് അള്ളാഹുവിൽ പങ്കുചേർക്കൽ. ഖുർആൻ 42-ാം അധ്യായം 21-ാം വചനം പറയുന്നു, അതല്ല, ഒരുപക്ഷെ അള്ളാഹു അനുവാദം നൽകിയിട്ടില്ലാത്ത വല്ലതും മതത്തിൽപ്പെട്ടതായി തങ്ങൾക്ക് നിയമിച്ചു കൊടുത്തിട്ടുള്ള വല്ല പങ്കാളികളും അവർക്കുണ്ടോ? തീരുമാനത്തിന്റെ വാക്ക് മുമ്പുണ്ടായിരുന്നില്ലെങ്കിൽ അവർക്കിടയിൽ തൽക്ഷണം വിധി നടത്തപ്പെടുമായിരുന്നു. അക്രമികളാകട്ടെ, നിശ്ചയമായും അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ഖുർആൻ 2-ാം അധ്യായം 79-ാം വചനം മുന്നറിയിപ്പ് നൽകുന്നു, സ്വന്തം കൈകൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കി അത് അള്ളാഹുവിൽ നിന്നാണെന്ന് പറയുന്നവർക്ക് നാശം. 13. വിചാരണ നാളിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ഖുർആനെ കുറിച്ച് മാത്രം. ഖുർആൻ 25-ാം അധ്യായം 30-ാം വചനം പരലോകത്ത് വെച്ച് നബിയുടെ പരാതി വ്യക്തമാക്കുന്നു, എന്റെ ജനത ഈ ഖുർആനെ അഗണ്യകോടിയിൽ തള്ളിക്കളഞ്ഞിരിക്കുന്നു. പരാതി ഖുർആനെ കുറിച്ചാണ്, മറ്റൊന്നിനെ കുറിച്ചുമല്ല. ചുരുക്കത്തിൽ ഇതുവരെ നമ്മൾ കേട്ട ഖുർആൻ സൂക്തങ്ങൾ ഏകകണ്ഠമായി പ്രഖ്യാപിക്കുന്നത് ഖുർആൻ സമ്പൂർണമാണ്, വിശദീകരിക്കപ്പെട്ടതാണ്, മാർഗദർശനമാണ്, വിധി നിർണയത്തിന്റെ അടിസ്ഥാനമാണ്, ഹലാൽ ഹറാം നിർണയത്തിന്റെ മാനദണ്ഡമാണ്, ഐക്യത്തിന്റെ അടിത്തറയാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ആധികാരിക പ്രമാണമായി ഖുർആൻ മാത്രം മതിയെന്ന നിലപാട് ഖുർആനിൽ നിന്ന് നേരിട്ട് ഉയർന്നു വരുന്ന ഒരു ഖുർആനിക നിലപാടാണ്.